ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 38 വയസ്സുള്ള ഞാനൊരു സ്റ്റാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറപരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. എല്ലാം കുര്യൻ സാറിന്റെ മിഥ്യയാണ്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും എ കെ ആന്റണിയെയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകടന്ന എ കെ ആന്റണിയെ എന്തിന് പി ജെ കുര്യൻ 2004 ചതിച്ചു? ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. നിരവധി CBI കേസിൽ പ്രതിയാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിഗ്രഹം മൂട്ടിച്ചതിന് ജയിലിൽ പോയൊരു വ്യക്തിയാണ്. കുര്യൻ സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആന്റോ ആന്റണി. ഇപ്പോൾ അനിൽ ആന്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഈ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി കുര്യൻ സാറിന്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആന്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജവാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആന്റണിയെയും എ കെ ആന്റണിയെയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇപ്പം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നൊരു വ്യക്തിയാണ്. ഈ ആന്റോ ആന്റണി ഞാൻ പറഞ്ഞു, ഈ ആന്റോ ആന്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തെ, ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായ ഒരു കാര്യമായി പോയി. പക്ഷേ ഈ ആന്റോ ആന്റണിയെ കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളെക്കുറിച്ച്, ബാങ്ക് കൊള്ളകളെക്കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDFും UDFിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഈ പത്തനംതിട്ടയിലുമുണ്ട് നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ ഈ മേലിക്കാവ് ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ മറ്റ് തീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ മറ്റേ കരിവണ്ണൂരും ഒക്കെ പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആന്റോ ആന്റണിയെയും പി ജെ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. പക്ഷെ അനിൽ ആന്റണിക്ക് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പറയുന്ന മേലിക്കാവ് അത് 12 കോടി തട്ടിച്ചതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക്, ഇപ്പം ഇവർ പറയുന്ന പോലെ എനിക്കെതിരെ NIA കേസോ ഈ കേസോ ഒന്നുമില്ല. എനിക്കെതിരെ ആകപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ, ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. എനിക്കെതിരെ കേസ് വന്നു. അല്ലാതെ UPA സമയത്തോ NDA സമയത്തോ കഴിഞ്ഞ 20 വർഷമായിട്ട് 38 വയസ്സുള്ള ഞാനൊരു സ്റ്റാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറപരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഒരിടത്തും ഒരു കേസുമില്ല. ഇവർ പറയുന്നത് പോലെ NIA അന്വേഷണവും CIA അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ആന്റോ ആന്റണിയും കുടുംബവും ഈ മേലികാവിലെ 12 കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ്. അത് ആരൊക്കെയോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 3 ബാങ്കുകളുമുണ്ട്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആന്റോ ആന്റണി, ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആന്റോ ആന്റണി, അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ എ കെ ആന്റണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ എ കെ ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യനും കൂടെ ചേർന്ന് ഈ പി ജെ കുര്യന്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിന്റെ അനുയായിയോട് കൂടി ഇന്ന് ചെയ്യുന്ന, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല, ബാക്കി പി ജെ കുര്യൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അതെല്ലാം തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം കുര്യൻ സാറിന്റെ മിഥ്യയാണ്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രിമിനലായ നന്ദകുമാറും ഈ തട്ടിപ്പുകാരനായ 5 വർഷമല്ലല്ലോ, 5-10 ഞാൻ പറഞ്ഞല്ലോ. അതാ, ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല.
പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-ലും 2013-ലും ഞാൻ ആകപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ്. ഈ രണ്ടുപേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഹോണ്ട സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം, ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടിച്ചുമന്ന് വെക്കുന്ന ഓരോ നുണകളാണ്. ഇല്ല, പി ജെ കുര്യൻ കള്ളം പറയുകയാണ്. പി ജെ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും, നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാർ പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും എ കെ ആന്റണിയെയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകിടന്ന എ കെ ആന്റണിയെ എന്തിന് പി ജെ കുര്യൻ 2004-ൽ ചതിച്ചു? ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത്? ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് എ കെ ആന്റണിയുടെ പേരും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതെല്ലാം പി ജെ കുര്യനോട് പോയി ചോദിക്കണം. ശ്രീ കെ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ എ കെ ആന്റണിയും 3 പേരും കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അത് ചരിത്രമാണ്. ശ്രീ പി ജെ കുര്യൻ, ഞാനിന്ന് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ക്യാമ്പയിനിങ്ങിന്റെ നടുക്കാണ്. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ചെയ്യും. കാര്യം അടുത്ത 15 ദിവസം ഞാൻ ക്യാമ്പയിനിങ്ങിലാണ്. ഇവർ എൻ്റെ ക്യാമ്പയിൻ, ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കാരണമാണത്. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡയിലും ഈ അജണ്ടയിലും അനിൽ ആന്റണി വീടില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. നിരവധി CBI കേസിൽ പ്രതിയാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിഗ്രഹം മൂട്ടിച്ചതിന് ജയിലിൽ പോയൊരു വ്യക്തിയാണ്. ഇതുപോലെ ഒരു ആന്റി സോഷ്യൽ ന്യൂസൻസ് പറയുന്നത് കേട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു വരുന്നത്? അതുപോലെ ശ്രീ പി ജെ കുര്യൻ, ഇവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി വളരെ വ്യക്തമാണ്. അതുപോലെ ഞാനിന്ന് ശ്രീ ആന്റോ ആന്റണിയെ കുറിച്ച് വളരെ വ്യക്തമായി 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൈക്കും പിടിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഇല്ല. കാര്യം 4 ഞാൻ പറഞ്ഞു, 4 ബാങ്കുകൾ, മേലികാവ്, അതുപോലെ 4 10-16 കോടി ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനുമായിട്ട് ബ്രദറുമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതിന് ഇദ്ദേഹത്തിനെതിരെ നിരവധി ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ടത് ചോദിക്കൂ. ഈ തട്ടിപ്പുകാരെല്ലാം ഞാനിവിടെ മുന്നേറുന്നു കാണുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഇവിടെ BJP ജയിക്കാൻ പോവുകയാണ്. ഇത് തടയാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യവുമില്ല. ഇപ്രാവശ്യം അനിൽ ആന്റണിയോടെ ജയിക്കും. അതെ. ഇത് പി ജെ കുര്യനും നന്ദകുമാറും ശ്രീ കെ കരുണാകരനെയും ശ്രീ എ കെ ആന്റണിയെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ചതിച്ച പി ജെ കുര്യൻ, പി ജെ കുര്യൻ ഇന്നലെ എ കെ ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാനാണ് ശ്രമിച്ചത്. ആ പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഈ പി ജെ കുര്യന്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയ നന്ദകുമാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ? അതിന്റെ ഞാനൊരു കാര്യം ഇന്ന് ഞാൻ ആന്റോ ആന്റണിയെ കുറിച്ച് 4 സഹകരണ ബാങ്കുകൾ മൂട്ടിച്ച ആന്റോ ആന്റണിയെ, തകർത്ത ആന്റോ ആന്റണിയും ബ്രദറിനെ കുറിച്ച് ഞാനിന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുള്ളത് കാരണമാണ്. ഇതുപോലെ പി ജെ കുര്യനെതിരെ ഞാൻ തെളിവുമായിട്ട് ഞാൻ വരും. 2-3 തെളിവ് കിട്ടുമ്പോൾ പറയും.